തകഴി കുന്നുമ്മലിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. സംഭവത്തിൽ രണ്ടുപേരെ പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തകഴി സ്വദേശി തോമസ് ഔസേഫ്, സഹായി അശോക് എന്നിവരാണ് പിടിയിലായത്. രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിലെത്തിയതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. നവജാത ശിശുവിനെ കൊല്ലുന്നു, അതിനുശേഷം ഈ യുവതിക്ക് രക്തസ്രാവം ഉണ്ടാകുന്നു. അപ്പോൾ മാത്രം ഈ സംഭവം പുറം ലോകം അറിയുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഇതിന്റെ കാരണം എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഷിബിൻ, ക്രിസ്റ്റീന, ഈ സ്ഥലത്തേക്ക് ആലപ്പുഴ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉൾപ്പെടെയുള്ള സംഘം എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാവിലെ മുതൽ ഇവിടെ പ്രതികളെ കൊണ്ടുവരും, തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതായിരുന്നു വിവരം. പക്ഷേ പ്രതികളെ ഇവിടെ ഇതുവരെ എത്തിച്ചിട്ടില്ല. ഈ കേസിൽ കസ്റ്റഡിയിലായവരെ ഇവിടെ എത്തിച്ചിട്ടില്ല. ആലപ്പുഴ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം അത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുകയാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതിന് പ്രതികളെ ഇവിടെ എത്തിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ ഇവിടെ പ്രതികൾ എത്തിയിട്ടില്ല. ഏതായാലും ആലപ്പുഴ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. അവർ ഇവിടെ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷേ പ്രതികളെ, കസ്റ്റഡിയിലെടുത്തവരെ ഇവിടെ കൊണ്ടുവരിക. ഏതായാലും പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന രണ്ടുപേരെയും ഇവിടെ എത്തിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. ഏതായാലും ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവം നടന്നു എന്ന് കരുതുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ കുട്ടിയെ കുഴിച്ചിട്ടത് ഈ പ്രദേശത്താണ് എന്നുള്ളതായിരുന്നു വിവരം. അങ്ങോട്ടാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഏതായാലും എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാമ, ഇത് ഇപ്പോൾ മാത്രം കേൾക്കുന്ന പ്രേക്ഷകർക്കായി ഇത് എന്തായിരുന്നു ഇതിന് കാരണം, അല്ലെങ്കിൽ ആരായിരുന്നു ഇത് ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ? നിലവിൽ രണ്ടുപേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അത് ഒന്ന്, ഈ രണ്ടുപേരും ഈ പ്രദേശവാസികളാണ്. ഇതിൽ ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന യുവാവ് പെൺകുട്ടിയുടെ പ്രസവശേഷം ഈ കുട്ടിയെ ഇയാൾക്ക് കൈമാറി അത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം. പെൺകുട്ടി ബ്ലീഡിംഗ് ഉണ്ടായി ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഈ വിവരം പുറത്തറിയുന്നത്. അതോടുകൂടിയിട്ടാണ് കുട്ടിയോട് ചോദ്യം ചെയ്തപ്പോൾ ഇവരെ കൈമാറി ഈ കുട്ടിയെ കുഴിച്ചിട്ടു എന്ന് കരുതുന്ന സ്ഥലത്തേക്ക് എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. DYSP ഉണ്ട്, SP ഉണ്ട്. ഏതായാലും ആ സ്ഥലത്തേക്ക് പോലീസ് സംഘം ഇപ്പോൾ കടന്നു പോവുകയാണ്. ഏതായാലും പ്രതികളെ അവിടെ എത്തിച്ചിട്ടില്ല. പകരം ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോകുന്നുണ്ട്. രാവിലെ അവരുൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും കുട്ടിയെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലുമാണോ കുഴിച്ചിട്ടത് എന്നുള്ളത് സംശയമുണ്ട്. ഏതായാലും SP യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ ഈ പെൺകുട്ടി ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് സംശയം തുടർന്ന് ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പ്രതികളുമായിട്ടുള്ള സംഘം എത്തുന്നു. ഓട്ടോയിലാണ് പ്രതികളെ എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതികളെ ഓട്ടോയിൽ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. മുഖം മൂടി കൊണ്ടാണ്, ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ ഓട്ടോയിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രതികളെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഏതായാലും സംഭവ സ്ഥലത്തേക്ക് പ്രതികളിൽ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണെന്ന് വ്യക്തമല്ല. മുഖം മൂടിക്കൊണ്ടാണ് പ്രതിയെ ഓട്ടോയിൽ പോലീസ് സംഘം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. SP ഉൾപ്പെടെ അല്പസമയം മുമ്പ് അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും തെളിവെടുപ്പിന് വേണ്ടി പ്രതികളെ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു. ഈ കേസിൽ പെൺകുട്ടി നൽകിയ മൊഴി ഈ കുട്ടിയെ അമ്മത്തൊട്ടിലിന് കൈമാറി എന്നുള്ളതായിരുന്നു. പക്ഷേ ചില സംശയത്തെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യലിലാണ് ഈ കാമുകന് കുട്ടിയെ കൈമാറി എന്നുള്ള വിവരം പിന്നീട് പുറത്തു വരുന്നത്. അതിനുശേഷം ഇവരെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തതോടു കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ പ്രസവത്തിന് ശേഷം കുട്ടി മരിച്ചതാണോ അതോ പ്രസവത്തോടനുബന്ധിച്ച് കുട്ടി മരിച്ചതാണോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസായിട്ട് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യം ഉൾപ്പെടെ ഇക്കാര്യം ഉറപ്പിക്കുന്നതാണ്. ഏതായാലും പ്രതികളിൽ ഒരാളെയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ജീപ്പ് വരാത്ത ഒരു മേഖലയാണ്. അങ്ങോട്ട് SP ഉൾപ്പെടെയുള്ളവർ നടന്നെത്തുന്നു. അതിന് പിന്നാലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖം മൂടിക്കൊണ്ടാണ് അയാളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. രണ്ടുപേരെയാണ് പോലീസ് ഇന്നലെ രാത്രി ഈ തകഴി കുന്നുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു പ്രതിയെ കൊണ്ടുവരുന്നത്. ആ പ്രതിയെ കൊണ്ടുപോയ ഓട്ടോറിക്ഷയാണ് തിരികെ പോകുന്നത്. ഏതായാലും ഈ സ്ഥലത്തിന് അടുത്തെവിടെയോ ആണ് ഈ കുട്ടിയെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അവിടെ പ്രതികൾ പറയുന്ന സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് സ്ഥിരം ആശ്രയിക്കുന്ന സോമനെ, പത്തനംതിട്ട സ്വദേശി സോമനെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. ഏതായാലും പ്രതികൾ കാട്ടിക്കൊടുക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തും. അങ്ങനെയെങ്കിൽ അവിടെ ഈ കുട്ടിയെ കുഴിച്ചിട്ടത് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ പിന്നീട് അന്വേഷണം ആ വഴിക്ക് നീങ്ങും. ഏതായാലും ഇത് ഒരു സ്വാഭാവിക മരണമാണോ ഒരു കൊലപാതകമാണോ സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും തുടർ നടപടികൾ ഉണ്ടാകുക. ഏതായാലും SP യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ
സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അതിനുശേഷമാകും ഇതിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഏതായാലും പോലീസ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ SP നേതൃത്വത്തിലുള്ള സംഘം അവിടെ പ്രതിയുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നു. അവിടെയാണോ ഇനി ഈ കുട്ടിയെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഇവിടെയുണ്ട്. വലിയ സുരക്ഷയിൽ തന്നെയാണ് ആ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. പാടത്തിന് സമീപത്തുള്ളൊരു സ്ഥലത്താണ് ഇന്നലെ ഈ സ്ഥലത്ത് ഇവർ രണ്ടുപേരും, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ രണ്ടുപേരും ചൂണ്ടയിടാനായി എത്തിയിരുന്നതായി പ്രദേശവാസികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. ഈ സ്ഥലവും രാവിലെ മുതൽ പോലീസ് കെട്ടിത്തിരിച്ച് മറ്റാർക്കും അങ്ങോട്ട് കടന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ പോലീസിൻ്റെ കാവലും ഏർപ്പെടുത്തിയിരുന്നു. ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇവർ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണോ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കേണ്ടതുണ്ട്. ആ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ കുട്ടിയുടേത് പ്രസവത്തോടനുബന്ധിച്ചുള്ള സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും അതിനുശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും വളരെ വേഗത്തിൽ പോലീസ് നടത്തിയ നീക്കമാണ് ഇന്നലെ രാത്രി ഈ രണ്ടുപേരെയും, കേസിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. പൂച്ചാക്കാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണിപ്പോൾ തകഴിയിൽ ഈ പോലീസ് സംഘം എത്തുകയും അവിടെ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും പ്രതികളിൽ ഒരാളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. SP ചൈത്ര തെരേസ ജോൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. DYSP ഉണ്ട്. ഏതായാലും പ്രതികളിൽ ഒരാൾ അവിടെ എത്തിയിരിക്കുന്നു. അത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. മുഖം മറച്ചാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ആ പ്രദേശത്ത് തന്നെയാണോ പ്രതികൾ പോലീസിനോട് പറഞ്ഞതുപോലെ അവിടെ തന്നെയാണോ ആ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസ് സ്ഥിരം ആശ്രയിക്കുന്ന സോമൻ, തിരുവല്ല സ്വദേശി സോമനെ ഉൾപ്പെടെ രാവിലെ അവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അവിടെ പരിശോധന നടത്തും. പ്രതിയെ ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പോലീസ് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും അവിടെ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഈ മൃതദേഹം കണ്ടെത്തിയാൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അതിൽ മാത്രമാവും ഈ സ്വാഭാവിക മരണമാണോ അതോ ഇതൊരു കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. ഏതായാലും SP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഒരു പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ശ്യാംകുമാറാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം, മുൻപ് ചില പ്രാഥമിക വിവരങ്ങൾ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞതായി പുറത്തു വന്നിരുന്നല്ലോ. അതായത് കുഞ്ഞിനെ കുഴിച്ചു മൂടാം എന്ന ഒരു നിർദ്ദേശം വെച്ചത് ഇയാളാണ് എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പെൺകുട്ടി ആരുമായോ പങ്കുവച്ചിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നല്ലോ. ഇന്നലെ രാത്രി പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം, അതായത് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയ പെൺകുട്ടി ആശുപത്രി അധികൃതരോട് നൽകിയ ആദ്യ മൊഴി ഇതെങ്ങനെ കുട്ടി എവിടെയെന്നുള്ള ചോദ്യത്തിന് ഈ കുട്ടിയെ അമ്മത്തൊട്ടിലേക്ക് കൈമാറി എന്നുള്ളതായിരുന്നു നൽകിയിരുന്നത്. ഏതായാലും അതിനുശേഷമാണ് ഈ സംശയത്തിൽ അന്വേഷണം നടത്തുകയും കുട്ടിയെ ഈ പെൺകുട്ടിയുടെ കാമുകന് കൈമാറിയിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും അത് ജീവനോടെയാണോ കൈമാറിയത് അതോ മരണശേഷമാണോ എന്നുള്ളതിൽ അന്വേഷണം നടക്കുന്നത്. പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം 1 വർഷത്തിലധികമായി ഈ യുവാവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള മൊഴി നൽകിയിരുന്നു. പിന്നീട് ഈ കുട്ടിയെ കൈമാറി എന്നുള്ളത് മാത്രമാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഇത് പോലീസ് സംഘം എത്രത്തോളം വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരു പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഏതായാലും എത്തിയിട്ടുണ്ട്. പ്രതിയെ കൊണ്ടുവന്നതും ഓട്ടോറിക്ഷയിൽ ആണ്. ഇങ്ങോട്ടുള്ള റോഡ് ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഓട്ടോറിക്ഷയിൽ പോലീസ് സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ആ സ്ഥലത്ത് ആ സംഭവം നടന്നു, ആ കുട്ടിയെ കുഴിച്ചിട്ടുവെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും DYSPയും SPയും അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. കുട്ടിയുടെ മൃതദേഹം ലഭിച്ചാൽ മാത്രമാണ്, അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് സ്വാഭാവിക മരണമാണോ, പ്രസവത്തോടനുബന്ധിച്ചുള്ള സ്വാഭാവിക മരണമാണോ അതോ അസ്വാഭാവിക മരണമാണോ, കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും നിലവിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളുമായി അവിടെ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. ശ്യാം, ജില്ലാ പോലീസ് മേധാവി അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരാളിനെയാണ്, ഒരു പ്രതിയെയാണ്, രണ്ടുപേരിൽ ഒരാളെയാണ് അവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് ആരാണെന്ന് വ്യക്തമല്ല എന്ന് തന്നെയാണ് ശ്യാം പറയുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ഏതെങ്കിലും സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അവിടെ കുഴിച്ച് പരിശോധന നടത്താനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്ററോളം മാറിയാണ് ഇപ്പോൾ ആ പ്രതിയുമായി പോലീസ് സംഘമുള്ളത്. അങ്ങോട്ടുള്ള കാഴ്ച വ്യക്തമല്ല. പാടത്തിന് അരികിലുള്ള ഒരു വരമ്പിൻ്റെ സ്ഥലത്താണ് അവിടെ നിൽക്കുന്നത്. അവിടെ പ്രതിയുമായി പോലീസ് സംഘം അങ്ങോട്ട് നീങ്ങുന്നത് മാത്രം ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. തുടർന്ന് അവിടെ നടക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. പോലീസ്
വെച്ച മാധ്യമങ്ങൾക്ക് അത് ആ സംഭവം നടന്നതെന്ന് സംശയിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അവിടെ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള തെളിവ് ശേഖരിക്കൽ ഉൾപ്പെടെ നടപടികളാണ് നടക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ അവിടെയുണ്ട്. സ്വാഭാവികമായും അവിടെയാണ് കുഴിച്ചിട്ടതെങ്കിൽ ഒരുപക്ഷെ അവിടെ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് ഏതായാലും കുഴിച്ചു പരിശോധന നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിലെ പ്രതി അവിടെ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ വിവരമറിഞ്ഞ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരും എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രതിയെയും സ്ഥലത്തേക്ക് എത്തിക്കുന്നു എന്നാണ് സംശയിക്കുന്നത്. അതും മറ്റൊരു ഓട്ടോറിക്ഷയിൽ തന്നെയാണ്. അല്ല, സ്വാഭാവികമായും അത് പ്രതിയല്ല, അത് ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ് ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ നേരത്തെ ഈ പ്രസവം നടന്നു എന്ന് സംശയിക്കുന്ന വീട്ടിലും പൂച്ചാക്കാലിൻ്റെ പരിസരത്തും തെളിവെടുപ്പ് നടന്നിരുന്നു. ആ സ്ഥലത്തേക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയാണ്. പോലീസ് ഫോട്ടോഗ്രാഫറുണ്ട്, ഫോറൻസിക് സംഘത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഏതായാലും ആ സ്ഥലത്ത് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രതി ആ കുട്ടിയെ കുഴിച്ചിട്ടു എന്ന് കരുതുന്ന സ്ഥലം തുറന്നു പരിശോധിക്കുകയുള്ളൂ. കാരണം അവിടെ തെളിവുകൾ ശേഖരിക്കേണ്ടത്, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വെക്കേണ്ടത് അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തമായ ചെറിയ തെളിവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോറൻസിക് സംഘത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും തെളിവ് എടുപ്പ് നടക്കുകയാണ്. അവിടെ ഒരു പ്രതിയെ അവിടെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണ സംഘത്തിന് പുറമെ ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഓട്ടോറിക്ഷയിൽ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഏതായാലും അതിലും ഉദ്യോഗസ്ഥർ തന്നെയാണ് ഉള്ളത്. ഏതായാലും പോലീസ് സംഘം കൂടുതലായി അങ്ങോട്ട് എത്തുന്നു. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നു. ഏതായാലും തെളിവ് ശേഖരണം ഉൾപ്പെടെ നടക്കുന്നു. അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പ്രതിയെ ഇപ്പോൾ ആ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയാണ്. ആ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് സംഘം നേരത്തെ പ്രതിയുമായി നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഏതായാലും അവിടെ ഏതെങ്കിലും ഭാഗത്തായിരിക്കണം ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന ശേഷം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ നിന്ന് പോലീസ് സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ പ്രതിയുണ്ട്. ഏതായാലും പ്രതി നൽകുന്ന വിവരം, അത് ഏത് ഭാഗത്താണ് ആ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യുന്ന കാര്യം. അതിനുശേഷം അവിടെ നിന്ന് ഫോറൻസിക് സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ തെളിവുകൾ ശേഖരിക്കും എന്നുള്ള കാര്യം. ശരി, ശ്യാംകുമാറാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തകഴി കുന്നുമ്മലിൽ നവജാത ശിശുവിനെ കൊന്നുകുഴിച്ചിട്ടതായി സംശയം. പ്രതികളെന്ന് സംശയിക്കുന്നവരിൽ ഒരാളെ ഇപ്പോൾ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അവിടെയുണ്ട്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി സ്പീഡ് ന്യൂസിന്റെ സമയമാണ്. കീർത്തന കേശവനെത്തും. നമസ്കാരം.